വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിങ്ങനെ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ ചിലതിൽ ഞാനിങ്ങനെ വായിക്കുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു. കുഞ്ഞാറ്റയുടെ മാന്ത്രിക പട്ടം എന്നാണ് ആ ബുക്കിൻ്റെ പേര്. സോ ഞാൻ അത് ചില വീഡിയോസിൽ കാണിച്ചു, പക്ഷെ ആ വീഡിയോ ഒന്നും ഇട്ടില്ല തോന്നുന്നു. എന്തായാലും ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സുമാൻറ്റീനെയാണ്. സുമാൻറ്റിയാണ് എനിക്ക് ബുക്സൊക്കെ തരാറുള്ളത്. എനിക്കിപ്പോഴും കുറേ ബുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബുക്സിൽ എനിക്ക് വേണ്ടത് കുറച്ച് ബുക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സുമാൻറ്റീനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ആ ബുക്കിനെയും കൂടി പരിചയപ്പെടുത്താം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്നെ സുമാൻറ്റീനെ കാണാം. ഹായ് ഹൊറ. ഗൈസ്, ഇതാണ് നമ്മുടെ സുമാൻറ്റി. എനിക്ക് സുമാൻറ്റിയാണ് ബുക്സൊക്കെ എപ്പോഴും തരാറ്. എനിക്ക് ഇങ്ങനെ എന്താ പറയുക, കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. സോ നമുക്കിനി ബുക്ക് കാണാം. ഓക്കെ ഗായ്സ്, ഇവിടെ കുറച്ച് ബുക്കൊക്കെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, കുറേ ഇംഗ്ലീഷ് ബുക്സ് ഒന്നുമല്ല. കാരണം സുമാൻറ്റി വായിച്ചിട്ടുള്ള കുറേ വർഷങ്ങളായിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിനൊക്കെ ചെറുതായിട്ടെന്നല്ല, എന്തായാലും ഒരു 10 വർഷത്തിൽ മുകളിൽ പഴക്കം വന്നിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ച ബുക്സാണ്. സോ കുറേയൊക്കെ നല്ല പഴയത്, ഭയങ്കര എന്താ പറയുക, നമ്മളിങ്ങനെ എന്താ പറയുക, പ്രൈസ്ലെസ് ആയിട്ട് കുറേ സൂക്ഷിച്ച് വെച്ച കുറേ പണ്ടത്തെ ബുക്സ് ഉണ്ട്. സോ അതൊക്കെ എനിക്ക് വായിക്കാൻ തന്നിട്ടുണ്ട്. സോ ഐ ആം സോ ഹാപ്പി. സോ നമ്മൾ ഫസ്റ്റ് തന്നെ സുമാൻറ്റിക്ക് ഒരു ബിഗ് താങ്ക്സ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ഞാനിനി വലുതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ ബുക്കായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാനിങ്ങനെ എവിടെയെങ്കിലും ഫോണൊന്ന് സെറ്റ് ചെയ്യട്ടെ. സോ ഗൈസ്, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള. നമ്മളൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാനെല്ലാം നിങ്ങൾക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഒരു ഭഗവത്ഗീതയാണ് തന്നിട്ടുള്ളത്. ഇത് എനിക്ക് വായിക്കാനാണ്. കാരണം ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു രാമായണം അതൊന്നും എനിക്ക് വായിക്കാനായിട്ടില്ലെങ്കിൽ അറിയാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബുക്ക് വായിക്കുന്നത്. ഇങ്ങനത്തെ മനസ്സിലായല്ലോ. സോ ഇതൊരു ഭഗവത്ഗീതേൻ്റെ തന്നെ ഇംഗ്ലീഷ് വേർഷനാണ് കേട്ടോ. ദി സോങ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കുറേ പഴക്കമുള്ളതാണ്. സുമാൻറ്റീൻ്റെ അമ്മേൻ്റെ അമ്മ അങ്ങനെയൊക്കെ വായിച്ചിട്ടുള്ള ബുക്സാണ്. പിന്നെ ഇത് എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ബുക്കാണ്. വിവേകാനന്ദൻ്റെ സൂത്രങ്ങളോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം, ഇങ്ങനത്തെ മലയാളം ഒന്നും അറിയില്ല. നമ്മുടെ പുതിയ മലയാളം ഉണ്ടാവില്ലേ, അങ്ങനത്തെ മലയാളം എനിക്ക് അറിയൂ. ഇത് നല്ല രസമാണ്. ഞാൻ സുമാൻറ്റി ഇത്തിരി വായിച്ചെന്ന് അപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര മോട്ടിവേഷൻ തരുന്ന ഒരു ബുക്കാണ്. നല്ലൊരു ബുക്കാണ്. നമ്മളുടെ എല്ലാ ചീത്ത സ്വഭാവങ്ങളൊക്കെ മാറ്റുന്ന ഒരു ബുക്കാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു ബുക്കാണ്. ഇത് കുറച്ച് നല്ല പഴയതായതുകൊണ്ടാണ് ഇങ്ങനെ പേജൊക്കെ, പക്ഷെ ഭയങ്കര ഇത്രയും ചെറിയൊരു ക്യൂട്ട് പുസ്തകമാണിത്. ഇതും എന്താ പറയുക, ഭഗവത്ഗീത തന്നെയാണ് കേട്ടോ. എല്ലാ ലാംഗ്വേജസിൻ്റെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ദി ഗീത ആസ് അതർ സീ ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, ബട്ട് ഇത് 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മെമ്മറി അല്ലേ ഇതൊക്കെ. സോ പിന്നെ ഉള്ളത് അവർക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇതൊക്കെ പണ്ടത്തെ ബുക്സ് ആയതുകൊണ്ട് പണ്ടത്തെ മലയാളമാണ്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓർമ്മയ്ക്ക് വായിക്കാൻ ഞാൻ ചിലതേ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ ഓർമ്മയ്ക്ക് പണ്ടത്തെ ബുക്കുകളും അങ്ങനെ കുറേ ബുക്സൊക്കെ ഞാനിങ്ങനെ ഓർമ്മയ്ക്ക് വെച്ചാണ്. പിന്നെ ഇതൊക്കെ പണ്ടത്തെ ഞാനിങ്ങനെ ചാക്കിൽ സുമാൻറ്റി ഇങ്ങനെ കെട്ടിവെച്ചിട്ട് കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറൊക്കെ നല്ല മെസ്സിങ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഫുൾ തപ്പുമായിരുന്നു എനിക്ക് വേണ്ട ബുക്സൊക്കെ എടുത്തിട്ട്. ഒക്കെ സോ ഇത് കണ്ണീരും കിനാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് വീട്ടിയുടെ ആത്മകഥയാണ്. ഇതൊക്കെ അടിപൊളിയാണെന്ന് ഞാൻ കേട്ടെ. ഇത് ഞാൻ വായിക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ ഇങ്ങനെ മാറ്റി വെക്കാം. പിന്നെ ജനറൽ നോളേജ്, ബുക്ക് ഓഫ് ജനറൽ നോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നോളജിന് വേണ്ടി എടുത്തു വെച്ചു. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഓർമ്മ അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു പോസിറ്റീവ് ആക്കാം, നമ്മളെ തന്നെ ഒരു
ഫീൽ ഗുഡ് ആയിട്ടുള്ള കഥയാണ് തോന്നുന്നു. പിന്നെ ഇത് രണ്ടും ഓഷോന്റെ കഥകളാണ്. ഓഷോ ഭയങ്കര ഫേമസ് ആണ് തോന്നുന്നു. ഇതൊക്കെ പണ്ടത്തെ ബുക്സാണ്. മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ, നിശബ്ദയുടെ എന്താ പറയാ നാദം. ഇത് രണ്ടും ഓഷോന്റെ ബുക്സ് ആണ്. ഇത് ഞാൻ ഏതോ യൂട്യൂബ് ചാനൽ കണ്ടു, ഓഷോന്റെ ബുക്സ്. സോ അങ്ങനെ ഞാൻ മേടിച്ച ഒരു ബുക്ക് ആണ്. മേടിച്ചല്ല, എനിക്ക് കിട്ടിയൊരു ബുക്കാണ്. ഞാൻ ഓഷോനെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും ഏതൊരു ഓഷോന്റെ ബുക്ക്, ഇങ്ങനത്തെ ഒരു ഓറഞ്ച് കളറിലുള്ള ഓഷോന്റെ ബുക്ക് കാട്ടിയിട്ട് പറഞ്ഞു ഇതെന്തായാലും നിങ്ങൾ നിങ്ങളുടെ 20s വായിക്കണം എന്ന്. സോ അങ്ങനെ ഞാനങ്ങനെ ഇതല്ലേ ഓഷോ, അങ്ങനെ എടുത്തൊരു ബുക്കാണ്. പിന്നെ കുട്ടികൾ എന്ത് പിഴച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. ഇതൊക്കെ മലയാളമാണ് ഗൈസ്. സോ നമുക്ക് ഇംഗ്ലീഷ് വായിച്ച് ബോറടിക്കുമ്പോൾ നമുക്ക് മലയാളം പഠിക്കാം. ഓക്കെ. പിന്നെ ഇത് എനിക്ക് ബോട്ടണി, ബയോളജി അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ മേടിച്ച ഒരു ബുക്കാണ്. മേടിച്ചല്ല, എനിക്ക് കിട്ടിയ ബുക്കാണ്. സോ ഇത് ബോട്ടണി ഗൈഡ് എന്ന് പറഞ്ഞിട്ട്, ഇത് സുമാൻറ്റീൻ്റെ PSC പഠിക്കുമ്പോൾ പഠിച്ചൊരു ബുക്കാണ് എന്നാണ് പറഞ്ഞത്. എനിക്ക് ഇങ്ങനത്തെ ബുക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സയൻസ്, ബോട്ടണി, ബയോളജി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്ലാന്റ്സിൻ്റെയും അനാട്ടമി, എൻ്റെ ഏച്ചി പഠിക്കുന്നുണ്ട് അനാട്ടമി മറ്റേ നഴ്സിങ്ങിൽ. സോ അതൊക്കെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. സോ ഇത്രയും ബുക്സാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. പിന്നെ അമ്മമ്മയും കുറച്ച് ഇങ്ങനെ കുറേ ഇങ്ങനത്തെ ഭഗവത്ഗീത അങ്ങനെ കുറേ അങ്ങനത്തെ ബുക്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ബുക്സ് ഇവിടെ നിറച്ചും ഉണ്ട്. അപ്പം അങ്ങനെ എനിക്ക് 2-3 ബുക്സും കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ സ്റ്റോറീസ് ആയിട്ടുള്ള കുറേ എടുത്തിട്ടുണ്ട്, നോവൽസ് ഉണ്ട് അവിടെ. ഓക്കെ. സോ ഇത്രയും ബുക്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. സോ ഇത്രയും ബുക്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ താങ്ക് യു സുമാൻറ്റി, ചൂടെടുക്കുന്നുണ്ട്. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. പിന്നെ ഇത് സുമാൻറ്റീൻ്റെ വീഡിയോ കേട്ടോ. ഓക്കെ. സോ എല്ലാവർക്കും ബൈ ബൈ ആൻഡ്